ഹലോ ഗായ്സ്, നമുക്ക് നല്ല സ്പൈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാടത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. കഴുകി വെച്ച ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, അതേപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് ഉപ്പും തൈരും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ച് വയ്ക്കാം, ഞാൻ ഒഴിച്ചിട്ടില്ല, ഓപ്ഷനാണ്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ മാരിനേറ്റ് ആയ ചിക്കൻ നമുക്ക് എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇത് വേറെ ഒന്നല്ല, ചിക്കനിലുള്ള വെള്ളം പൊട്ടിത്തെറിച്ചതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നമുക്ക് ചിക്കൻ ഇത് അവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വണക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സവാള കൊത്തിയരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ ആവശ്യമുള്ള സവാള എടുത്താൽ മതി, ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. അതൊന്നും ഇട്ട് നല്ലോണം വണക്കിയതിന് ശേഷം പച്ചമുളക് നടു കീറിയത് 2 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വണക്കിയതിന് ശേഷം കരിയാപ്പിലും മല്ലിച്ചപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് അതിൻ്റെ പച്ചക്കുത്തിൽ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വണക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതും കൂടി നമുക്ക് ഇതിലേക്കും തട്ടി കൊടുക്കാം കേട്ടോ. തട്ടി കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാടത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ.